എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ കുറച്ച് പുതിയ ഫിഷുകൾ വന്നിട്ടുണ്ട്. കോഴി മാത്രമല്ല, വേറെയും ഫിഷുകളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഉള്ള സ്റ്റോക്കിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇപ്പോൾ കാണിക്കാം. ഇവിടെ കാണിക്കുന്നത് ഗോൾഡ് ഫിഷ് വെറൈറ്റീസാണ്. ഇപ്പോൾ ഞങ്ങളുടെ ബ്ലാക്ക് മോറുണ്ട്, നമ്മുടെ സാധാ ഗോൾഡ് ഫിഷ് ഉണ്ട്, SK ഗോൾഡ് ഉണ്ട്, പിന്നെ ലയൺ ഹെഡ് ഉണ്ട്. അടുത്തത് ഏഞ്ചൽസ് ആണ്. ഏഞ്ചൽസ് 3 വെറൈറ്റീസ് ഉണ്ട്. നമ്മുടെ സാധാ ഏഞ്ചലുണ്ട്, പിന്നെ ഹാർലിക്കിൻ ഏഞ്ചലുണ്ട്, പിന്നെ മാർബിൾ ഏഞ്ചലുണ്ട്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കിസ്സിംഗ് ഗോറാമിയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ മിക്സഡ് ഗപ്പീസാണ്. കുറച്ച് വെറൈറ്റീസ് ഞാൻ കണ്ടു, എനിക്ക് എല്ലാത്തിനും പേരറിയത്തില്ല. കുറച്ച് വെറൈറ്റീസ് ഉണ്ട് ഇതെല്ലാം. ഇത് മെയിൽ മാത്രമല്ല, ഇതിൻ്റെ ഫീമെയിലും അവൈലബിൾ ആണ്. മിക്സഡ് തന്നെയാണ്, എല്ലാം മിക്സഡ് ഗപ്പീസാണ്. ഇത് ഇന്നലെ വന്ന സ്റ്റോക്കിലുള്ളതല്ല, എങ്കിലും കാണിക്കുന്നേ ഉള്ളൂ. ഇത് ഞങ്ങൾ ഇവിടെ തന്നെ ബ്രീഡ് ചെയ്യുന്ന സീബ്ര ഡാനിയാണ്. യെല്ലോ ആണ് പാരൻസ്, പക്ഷേ ചിലതിൻ്റെ കളറൊക്കെ കുറച്ച് മാറ്റം വരുന്നുണ്ട്. എന്തായാലും യെല്ലോ കുഞ്ഞുങ്ങൾ അത്യാവശ്യം വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സെയിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, റീറ്റെയിൽ മാത്രമേ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. ഇത് ഷ്രിമ്പിൻ്റെ ടാങ്കാണ്. ഇതിൽ ഇപ്പോൾ ഏകദേശം 5 വെറൈറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നു. റെഡ്, ബ്ലൂ, ബ്ലാക്ക്, റെഡ് റിലി, പിന്നെ ചോക്കോ, ഏതോ ഒരു ഇത്രയും തന്നെ ഉള്ളതെന്ന് തോന്നുന്നു. 5 വെറൈറ്റീസ് ഉണ്ട് എന്തായാലും ഇപ്പോൾ ഓർഡർ ചെയ്തതിൽ. ഇത് നമ്മുടെ സ്പോട്ടഡ് ഗാറാണ്. അലിഗേറ്റർ ഗാറല്ല, സ്പോട്ടഡ് ഗാറാണിത്. ഇത് വലിയ സൈസ് വിഡോ ടെട്രയാണ്. കഴിഞ്ഞ പ്രാവശ്യം വിഡോ ടെട്ര വന്നപ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു, പെട്ടെന്ന് സെയിലായിപ്പോൾ അതെല്ലാം. അപ്പോൾ ഇപ്രാവശ്യം വിഡോ ടെട്ര എടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം ചെറുത് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ചെറുതിനായിരുന്നു, ഇപ്രാവശ്യം ഞങ്ങൾ വലുതും എടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കളർ കാണാൻ നല്ല ഭംഗിയാണ്. പ്രോപ്പർ ലീഫ് ഗ്രീനിലൊക്കെ ഉള്ള വിഡോ ടെട്ര ഉണ്ട് ഇതിൽ. ഞാൻ കാണുന്നില്ല ഇപ്പോൾ, ഞാൻ കണ്ടതായിരുന്നല്ല ഇതിൽ. കറക്റ്റ് ലീഫ് ഗ്രീൻ പോലെ ഇരിക്കും വരുന്നത്. ഇതിലുള്ളത് അൽബിനോ ജയൻ ഗൗറാമിയും ഗ്രീൻ ടൈഗർ ബാർബും ആണ്. ഇതാണ് അൽബിനോ ജയൻ ഗൗറാമി, ഗ്രീൻ ടൈഗർ ബാർബ്. ഇത് വലുതാകുമ്പോൾ കാണാൻ നല്ല കളറായിരിക്കും. ഇത് നമ്മുടെ റെഡ് ടൈഗർ ഓസ്കറും സിൽവർ ഡോളറുമാണ്. സിൽവർ ഡോളർ, റെഡ് ടൈഗർ, അത് ഇച്ചിരി സ്ട്രെസ്ഡ് ആണിത്. ഇത് നമ്മുടെ നിയോൺ ടെട്രയും അതുപോലെ തന്നെ റെഡ് കൊളീസ എന്ന് പറയുന്ന ഗൗറാമിയാണ്. ഡാർക്ക് ഗൗറാമി വെറൈറ്റിയാണ് റെഡ് കൊളീസ എന്ന് പറയുന്നത്. അതും ഈ നിയോൺ ടെട്രയാണ്. ആ നിയോൺ ടെട്ര അടിയിൽ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നുണ്ടാകും ചിലത് ചത്തതുപോലെയൊക്കെ കിടക്കുന്നത്. അതൊരു കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ ചത്തതുപോലെ കിടക്കുന്നൊരു ഫിഷിനെ നമ്മൾ ചത്തതുപോലെ കിടക്കുക, ഇതിനെ എടുത്ത് ടാങ്കിലോട്ട് ഇട്ട് കഴിയുമ്പോൾ അത് നീന്തി അതിൻ്റെ പാട്ടിന് പോകും. അപ്പോൾ അങ്ങനെ എനിക്കിപ്പോൾ കുറച്ച് നേരം കൊണ്ട് അബദ്ധം പറ്റിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ചത്ത പോലെ കിടക്കും. അത് നമ്മൾ നെറ്റ് പിടിക്കുമ്പോഴേ ഉള്ളൂ, ടാങ്ക് കിടക്കുമ്പോൾ ഇങ്ങനത്തെ ഇതൊന്നും അത് കാണിക്കത്തില്ല. ഇത് മോൺസ്റ്റർ ഫിഷ് ലവേഴ്സിന് നല്ല ഇൻട്രസ്റ്റ് ഉള്ളൊരു ഐറ്റമാണ്. റെഡ് ടൈൽ കാറ്റ് ഫിഷ് എന്ന് പറയും. നേരത്തെ കാണിച്ച അലിഗേറ്റർ ഗാറും അതുപോലെ ഒരു മോൺസ്റ്റർ ഫിഷ് ആവുന്ന ഇതാണ്. ഈ അലിഗേറ്റർ ഗാറല്ല, സ്പോട്ടഡ് ഗാറ്. റെഡ് ടൈൽ കാറ്റ് ഫിഷാണിത്. ഇത് നേരത്തെ കാണിച്ച വിഡോ ടെട്രയുടെ സ്മോൾ സൈസാണ്. ഇത് പെട്ടെന്ന് കയറി അങ്ങ് വളരും. അപ്പം ഞങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ സ്മോൾ സൈസ്, ഈ സൈസിലാണ് ഓർഡർ ചെയ്തത്. 1 മാസം വരെയൊക്കെ കൊടുക്കാനുള്ള സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അത് പക്ഷെ തീരാറായപ്പോഴത്തേക്ക് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇരട്ടി സൈസായിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പുതിയ കോഴി വെറൈറ്റീസ് വന്നേക്കുന്നത്.
പഴയതുകൊണ്ട് എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരിതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിയെ ക്വാറൻറ്റൈൻ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വേറൊരു ടാങ്കിൽ ഇടുന്നതിനേക്കാൾ ബെറ്റർ നമ്മുടെ കയ്യിൽ ഓൾറെഡി കോഴി ഉണ്ടെങ്കിൽ അതിനെയും കൂടെ ചേർത്ത് എല്ലാത്തിനും കൂടെ ഒരുമിച്ച് അങ്ങ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വരുന്ന ഫിഷുകൾക്ക് വലിയ സ്ട്രെസ് ഇല്ലാതെ അങ്ങ് പോകും. അപ്പോൾ ഞാനെപ്പോഴും എൻ്റെ കോഴിയെ ക്വാറൻറ്റൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ പഴയ സ്റ്റോക്കിൻ്റെ ഒപ്പം ഇട്ട് തന്നെ ഫുൾ സ്റ്റോക്ക് അങ്ങ് ക്വാറൻറ്റൈൻ ചെയ്യും. അപ്പോൾ വലിയ ജമ്പിങ് ഒന്നും ഉണ്ടാകത്തില്ല. നമ്മളിപ്പോൾ പുതിയ ഫിഷ് മാത്രം ഒരു ടാങ്കിലിട്ട് ക്വാറൻറ്റൈൻ ചെയ്യുകയാണെങ്കിൽ ജമ്പിങ് ഒക്കെ വളരെ ഹൈ ആയിരിക്കും. അതേസമയം പഴയ ഫിഷും കൂടെ സ്റ്റോക്കിൽ കിടക്കുകയാണെങ്കിൽ ജമ്പിങ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതുപോലെ തന്നെ ഫീഡ് എടുക്കാൻ വരുന്നത് ഒരുപാട് സമയം എടുക്കത്തില്ല. ചില സമയത്തൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ക്വാറൻറ്റൈൻ ചെയ്യണമെങ്കിൽ ഫീഡ് എടുക്കാൻ വരണമെങ്കിലൊക്കെ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ എടുക്കും. ഈ ഫിഷൊക്കെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഉച്ച സമയത്ത് ആ സമയത്ത് ഇട്ടതാണ്. ഇപ്പോഴത്തേക്ക് തന്നെ ഫീഡ് എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഫീഡൊക്കെ തീർന്നു, ഇതൊക്കെ ഫീഡ് കൊടുത്തൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്റ്റോക്ക്. കബൂട്ടോ കോഴി ഉണ്ട് ഇപ്രാവശ്യം വന്നതിൽ. പിന്നെ ചീപ്പായിട്ട് വലിയ ഫിഷുകൾ വേണ്ടത്, അതായത് കോഴിയുടെ തന്നെ വലിയ സ്കെയിൽലെസ് കോഴിയൊക്കെ വേണ്ടവർക്കും കോൺടാക്ട് ചെയ്യാം. അതും ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. പിന്നെ കബൂട്ടോ ഉണ്ട്. പിന്നെ നമ്മുടെ യൂഷ്വലി ഇവിടെ സ്ഥിരമായിട്ട് എപ്പോഴും പോകുന്നൊരിതാണ് നമ്മുടെ സാധാ ഇന്ത്യൻ കോഴി. അതും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ള സ്റ്റോക്കുകൾ. ആർക്കെങ്കിലും ഫിഷ് വേണമെന്നുണ്ടെങ്കിൽ റീറ്റെയിൽ ആയാലും ഹോൾസെയിൽ വേണ്ടവർക്കും പറയാം. ഹോൾസെയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രൈസ് കുറവായിരിക്കും. വേണ്ടവർ പറഞ്ഞാൽ മതി. റീറ്റെയിൽ കസ്റ്റമേഴ്സിനും ഞങ്ങൾ ഷിപ്പിങ്ങും ചെയ്യുന്നുണ്ട്. ഓൾ കേരള ഷിപ്പിംഗ് ഉള്ളതാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അയച്ചു തരും. അല്ല വന്നെടുക്കേണ്ടവർക്ക് വന്നെടുക്കാം. അപ്പോൾ ഫിഷിൻ്റെ സ്റ്റോക്കിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി എന്തെങ്കിലും കാണാം.